ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായല്ലേ ഞാൻ ലോങ് വീഡിയോയിൽ ഇട്ടിട്ട് കുറേ ദിവസമായി. സത്യം മേലൊരു ചെറിയൊരു മടി വന്നു തുടങ്ങി കേട്ടോ. കുറച്ച് സുഖാണ്ടിരിക്കുമ്പോൾ പിന്നെ ഇടാൻ വേണ്ടി ചെറിയൊരു മടി തുടങ്ങി. എൻ്റെ കൂടെ ഒരാളും കൂടി കേട്ടോ, ഒന്നല്ല രണ്ടാളുണ്ട്. ഒരാളതാ ഇവരെല്ലാം അപ്പുറത്തെ കുഞ്ഞുങ്ങളാണ്, എപ്പോൾ രാവിലെ വരും കളിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പോലെ സ്വാഗതം. അവർ ബീഹാറിലാണ് കേട്ടോ, ഹിന്ദി സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് മലയാളം പറയുന്ന നോക്കുമ്പോൾ അവരും മലയാളം പറയാൻ ശ്രമിക്കലുണ്ട്. ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ തണുപ്പൊക്കെ മാറിയിട്ടിപ്പം ചൂട് വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫുള്ള് ഇവിടുത്തെ പൂക്കളും എന്താ പറയുക, ഫ്രൂട്ട്സിൻ്റെ പൂക്കളുണ്ടല്ലോ, ആപ്പിൾ അതുപോലുള്ള സബർജി, അപ്പോൾ അതുപോലെ തന്നെ ഫുള്ളായിട്ട് പൂക്കളൊക്കെ ആയി തുടങ്ങി. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാശ്മീരിൻ്റെ ഭംഗി എന്ന് പറയാൻ മഞ്ഞുകാലം വേറൊരു ഭംഗി, ഈ ഒരു സമയം എന്ന് വെച്ചാൽ വേറൊരു ഭംഗി. അപ്പോൾ അതേപോലെയുള്ള, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. രാവിലെയാണിത്, പക്ഷേ ഇന്ന് സൺലൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഇല്ലയെന്ന് വെച്ചാൽ തണുപ്പാണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു തണുപ്പുണ്ട്. ഇന്നലെയൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ, സൺലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ സൺലൈറ്റ് ഇല്ലേ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനെല്ലാം കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ള് കാണണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് മറ്റേ നമ്മളെ ഈ ചെറിയില്ലേ, ചെറീൻ്റെ വലിയ 2 മരങ്ങളുണ്ട്. നിറച്ചും പൂക്കൾ വെച്ചാൽ നിറച്ചും പൂക്കളാണ്. ഇത് സബർജിയായിരുന്നു, സബർജീൻ്റെതും നിറച്ചും പൂക്കളായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇല വന്നു, അതുകൊണ്ട് പൂക്കളെ ചെറുതായിട്ടേ കാണുന്നില്ല, കണ്ടില്ലേ. ഇതിൻ്റെ മുകളിൽ ഇന്നാൾ ഇലയില്ലാണ്ട് ഫുള്ള് പൂക്കൾ മാത്രമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇലയായി, എന്നാലും നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഇതിപ്പം പൂക്കൾ മാത്രമാണ്, പൂക്കളും ഇലയും, അതുകൊണ്ടൊരു വേറെ തന്നെ ഭംഗിയുണ്ടല്ലേ. എന്തൊരു ഭംഗിയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കണ്ണിനെ കൊണ്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കാണിച്ചത് നല്ല ഭംഗിയില്ലേ. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല കളറിൽ മനസ്സിലാവും. എന്താ എൻ്റെ തൊട്ട് ബേക്കിലാണ് നമ്മളെ ചെറി മരം ഉള്ളത്. ഇവിടെയാണ് നമ്മളെ സബർജി ഉള്ളത്. ഇഷ്ടം പോലെ ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടാൻ ഇവിടത്തേക്ക് വന്നാൽ മതി കേട്ടോ. എല്ലാ സമയവും ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ്, എല്ലാ സമയത്തും. ഇത് കണ്ടില്ല, ഇതെല്ലാം നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് മറ്റേന്നാ പൂന്തോട്ടത്തിലുണ്ടാകുന്ന പൂക്കളാണ്. അതൊക്കെ ഇവിടെ വഴിക്കാണുള്ളത്. ഇത് പിന്നെ കടുകാണ് കേട്ടോ, കടുക്. ഇത് നമ്മളെ സാൻവി. ഹലോ चलो बेटा ब्रेकफास्ट खाओ, चलो ना. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ എല്ലാവരും കാശ്മീരിലേക്ക് വരുമ്പം ആപ്പിൾ ഉണ്ടോ ഫ്രഷ് ആപ്പിൾ ഉണ്ടോ എന്നല്ലല്ലേ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ പൂക്കളിപ്പം പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൂക്കൾ ഞാൻ കാണിച്ചു. ഒരു പ്രത്യേക ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ്. ഇതാണ് കേട്ടോ മരം. ഇങ്ങനത്തെ ഒരുപാട് മരങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തായാണ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, നമ്മളെ വീട്ടിൽ മുല്ലപ്പൂ റോസാപ്പൂ അങ്ങനെ പോലില്ലേ. ദൂരം നോക്കുമ്പോൾ റോസാപ്പൂ ആയ പോലില്ലേ. അടുത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആപ്പിൾ പൂക്കൾ. ചില്ല ശരിക്കും കാണുന്നില്ല, അത്രയും പൂക്കളുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, അത്രയും ഭംഗിയുള്ളതുകൊണ്ടായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ ഇതിന് മണമുണ്ട് കേട്ടോ, നല്ല മണം വരുന്നുണ്ട് അടുത്തേക്കൂടെ പോകുമ്പോൾ. ഇതിൻ്റെ മുട്ട് കണ്ടില്ലേ, മുട്ടിന് ഒരു കളറാണ്, റോസ് കളറാണ്. അത് പിന്നെ വെയിറ്റ് മുട്ടിന് വേറെ തന്നെ കളർ. മുട്ട് വിരിഞ്ഞ് വരുമ്പോൾ ഈ ഒരു കളർ, അങ്ങോട്ട് പൂവിൻ്റെ കളർ വെള്ളയാവും. ഇങ്ങനെയാണ് ആപ്പിളിൻ്റെ പൂവെന്നിപ്പോൾ നിങ്ങൾ എൻ്റെ ബ്ലോഗിലേക്കിടെ കാണുന്നവരും ഉണ്ടാവില്ലേ, ആദ്യമായിട്ട് ആപ്പിളിൻ്റെ പൂവൊക്കെ കാണുന്നവരും ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ
അനുഭവിക്കുന്ന അതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളും കാണുമ്പോൾ എന്നാലും ഇങ്ങനെ ഇല്ലേ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. പിന്നെ ഇവിടെ വേറെ ഇതെന്താ പൂവ്, ഇതെനിക്കറിയില്ല കേട്ടോ. ഇതെന്തിൻ്റെയെങ്കിലും ആയിരിക്കും, എന്തിൻ്റെയെങ്കിലും ഫ്രൂട്ട്സിൻ്റെ പൂവായിരിക്കും ഇത് പക്ഷേ അറിയില്ല എന്നാണ്. ഇതെനിക്ക് തോന്നുന്നു മറ്റേ ചെറിയൻ്റെ തന്നെയായിരിക്കും. കാരണം ഈ സമയം ആദ്യം ചെറിയ ഉണ്ടാവും, അതിന് ശേഷമേ ആപ്പിൾ ഉണ്ടാവുള്ളൂ. അപ്പുറത്തെ മരത്തിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉണ്ട് കേട്ടോ, നിറച്ച് ആപ്പിളിൻ്റെ പൂവാണ് കേട്ടോ. അത് ദൂരെയെന്ന് പക്ഷേ ശരിക്കും മനസ്സിലാകുന്നില്ല, കാരണം എല്ലാം വിരിഞ്ഞില്ല. ഒരു സൈഡ് ഫുള്ള് വെള്ളയായിട്ടുണ്ട്. ഇതാ ഇത് വേറൊരു മരം കേട്ടോ, എന്താ ഒരു ഭംഗി, നല്ല ഭംഗിയുണ്ട്. ഇതൊരു കളറുണ്ട് കേട്ടോ, എൻ്റെ ഫോണിൻ്റെ അകത്ത് ലൈറ്റ് ചെറുതായിട്ട് ലൈറ്റ് ഉണ്ട്, അപ്പോൾ ഇത് ശരിക്കും കളർ തിരിക്കുന്നില്ല. എങ്ങനെയായിട്ടും കളർ തിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ മറ്റേ മരം കണ്ടില്ലേ, പിന്നെ അവള് പൂ പറിക്കാനാ പറയുന്നത്. പൂ പറിക്കുന്നു, പൂ പറിച്ചാൽ പിന്നെ നമുക്ക് കാണാനുള്ള ആപ്പിൾ കിട്ടുമോ. അവിടെ കണ്ടില്ലേ എന്തൊരു ഭംഗിയാ നോക്കും. അതെല്ലാം എന്താണെന്നറിയില്ല, പക്ഷെ എങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. കളർ ഇതൊക്കെ അങ്ങോട്ടും ഉണ്ട്, ഈ മരം അങ്ങോളം ഉണ്ട്, പക്ഷെ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഇതൊക്കെ ഫുള്ള് പച്ച കാടാണ് കേട്ടോ. രസമുണ്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഒരു മരം പൊട്ടി വീണ്ട, ആ പൊട്ടി വീണ്ട മരത്തിൻ്റെ മുകളിൽ പോവാന്ന്. ഇവിടുന്ന് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ല രസമുണ്ട്. വേണ്ട, ഇവിടെയൊക്കെ പട്ടികളുടെ തീട്ടമാണ് ഗൈസ്. ഇത് കണ്ടില്ലേ കണ്ടില്ലേ, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയില്ല. ഫുൾ ഇവിടെ പൂ പറിക്കാൻ വേണ്ടി ഇവള് കളിക്കുന്നു. देखो ना, देखो देखो आजा। ഇതെല്ലാം കണ്ടില്ലേ നിങ്ങൾ, നിലത്ത് പൂട്ട പോലെയാണ് ഉള്ളത്, പക്ഷെങ്കിൽ ഇത് വിരിഞ്ഞു നിൽക്കുന്ന പൂവാണ് കേട്ടോ, മണ്ണിനോട് ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് സാൻവിയിൽ ഒരു ഫോട്ടോ എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് തണുപ്പടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ സ്വെറ്ററും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല, എനിക്ക് ഒറ്റക്ക് പോകാൻ കഴിയില്ല, ഒരു മടി. കുറേ നാളായാലും വീഡിയോയിൽ എടുത്തിട്ട് ആണ്ടിന് ഒരു മടി. പിന്നെ ഒരു വീടിൻ്റെ മുമ്പിലുള്ള കാഴ്ച കാണിച്ചേ. ഈ വീടിൻ്റെ മുമ്പിലുള്ള പൂക്കൾ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാന്ന് നോക്കി, നല്ല രസമില്ലേ, കളർഫുൾ പൂക്കൾ. ഇവർ കുറേ നാൾ കഴിയുമ്പം പിന്നെ റോസാപ്പൂവാണ് കേട്ടോ, ഫുള്ള് റോസായിരിക്കും. കണ്ടില്ലേ, ഇത് നിറച്ചും വലിയ 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 റോസായിരിക്കും. അതാ ആടെയെല്ലാം നിറച്ചും പൂവാണ്. അല്ല എന്തിൻ്റെ മരാന്നൊന്നും അറിയില്ല, ഫുള്ള് നല്ല വെള്ളയായിട്ടുണ്ട്. ഇതെന്നാ, താങ്ക് യു. അപ്പോൾ ഇവരിതാ ഇത് അച്ഛത എന്തേക്കോ അച്ഛത്ത ഓയ് ഇവരെല്ലാം ഇടുന്ന് കളിക്കാൻ ചേട്ടാ. ഇത് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സുഖമില്ല. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനും കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ നാളെ ഇവിടെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ പ്രിയപ്പെട്ടവർ വരുന്നുണ്ട് കേട്ടോ. ആരാന്ന് വെച്ചാൽ ഏട്ടൻ്റെ ഏച്ചിയും ഹസ്ബൻഡും മോനുമാണ് വരുന്നത്. പിന്നെ അവർ ഒരു 3-4 ദിവസം കൂടി ഉണ്ടാവും, എന്നിട്ട് തിരിച്ചു പോകും കേട്ടോ. അവർ പിന്നെ നമ്മളിവിടെ ഉള്ളതുകൊണ്ടൊന്ന് സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അന്നേരമുള്ള കാഴ്ചകളൊക്കെ ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയും എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പിന്നെ തുടക്കണം. അവിടെ എന്തെല്ലോ പണിയുണ്ട്. ഇന്ന് നാളെ ഉച്ചയാകുമ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരുടെ എത്തും. അവരിപ്പോൾ ഇന്ന് ഡൽഹി എത്തും, അപ്പോൾ ഡൽഹിയിൽ നിന്ന് നാളെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ ഭയങ്കര ഹാപ്പിയാണ്, കാത്തിരിക്കുന്നതാണ്. കാരണം 2 മാസം മുന്നേ അവർ പറഞ്ഞിരുന്നു ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്നേരം തൊട്ട് കുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സന്തോഷ വാർത്ത കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്.